പിള്ളേര് കണി കാണിച്ചെന്നറിഞ്ഞ്. എന്താ കാണിച്ചത്? വാ കാണിച്ചു തരാം. ഓ, അപ്പൊ കൊണ്ടുവന്നിട്ടുണ്ടോ? അതിന് വലിയ ഭാരമൊന്നും ഇല്ലല്ലോ. നിങ്ങളുടെ ഏവരുടെയും ശ്രദ്ധ ഇവിടെയല്ല, അങ്ങ് ജൂപ്പിറ്ററിലുള്ള ഒരു വീട്ടിലേക്ക് ഞങ്ങൾ കൊണ്ടുപോയി. ഇന്ന് എന്തായാലും രക്ഷപ്പെടാൻ നോക്കണ്ട, ഞാൻ സമ്മതിക്കില്ല. രക്ഷപ്പെടുക എന്തിന്? നാറ്റിക്കരുത്. ഉത്തരവാദിത്തപ്പെട്ട ഒരു പഞ്ചായത്ത് മെമ്പറാണ് ഞാൻ. ജൂപ്പിറ്റിൽ വിദ്യാഭ്യാസവും സമ്പന്നതയും സകല ഗുണങ്ങളും ഉണ്ടെന്ന് ധരിക്കുന്ന ഒരു ആൾക്കാരുടെ വീട് നമ്മളെയാണല്ലോ മച്ചമ്പി. ആ വീട്ടിലെ ഒരു വാഷ് ബേസിൻ ദൃശ്യത്തിലേക്ക് നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. പോയാലോ? വേണ്ടല്ലേ? അതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. കണ്ണാടി പറ്റിയോ? സാരമില്ല, അവിടെ ഇരിക്കട്ടെ, അവര് തുടച്ചോളും. ഓ, നമുക്കിട്ടെന്ന് വെച്ചല്ലേ. തുടയ്ക്കുന്ന പോലെ അഭിനയിക്കാം. കൊടുത്ത കൊല്ലത്തും കിട്ടും. അപ്പൊ ലോകം മുഴുവൻ കണ്ട ക്യാമറ കണ്ടു. കൊല്ലേ ഇതിലും ഭേദം മരിക്കുന്ന ഈ ജീവിതം എനിക്ക് മതിയായി. ബാക്കിയൊക്കെ അവര് ശരിയായിക്കോളും, ഞാൻ പോയേക്കാം. എന്തരാണെന്ന് അറിഞ്ഞൂടാ. മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കണ ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളി തള്ളിക്കാറ് വരും. അടുത്തതായി നിങ്ങളുടെ ദൃശ്യം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നത് ഇതേ ജൂപ്പിറ്റർ വീട്ടില ഇതേ സമ്പന്നരുടെ ഒരു കക്കൂസിലേക്കാണ്. ചപ്പാത്തി നല്ല ടൈറ്റ് ആയിരുന്നു. ദാൽ ഫ്രൈ തിന്നാ നടന്ന് തൂറാന യോഗം. നല്ല വൃത്തിയുള്ള ടോയ്ലറ്റ് വൃത്തിയേടാക്കാം. ഇവിടെയൊക്കെ തൂറി വൃത്തിയേടാക്കി. ചില കാര്യങ്ങൾ ആലോചിക്കാം. നാളത്തെ പ്ലാനിങ്ങിൽ ആരെ കുരുപൊട്ടിക്കാം? ഓഹ്, എന്റെ ബുക്ക് എടുത്ത് വായിച്ചു നോക്കിയാലോ. 56ത്തെ പേര് 87ത്തെ ടാറ്റിക്സ്. ഓക്കെ, അപ്പൊ തിരിച്ചു കടിച്ച ഞാൻ എന്ത് ചെയ്യും? ഓ, ജിങ്കയെ കൂട്ടുപിടിക്കാം. ഓക്കെ, സെറ്റ്. ദൈവമേ, ഇപ്പൊ താഴെ നിന്ന് മനുഷ്യനല്ലേ ഇത്? എന്താ ഒരു വൃത്തി. ഇച്ചിരി മൂക്കളിട്ടാലേ ഇവിടെ. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ, കയ്യിൽ എന്താ ചെയ്യാൻ ഞാന്? ഫ്ലഷ് ചെയ്യണോ? വേണ്ട, അവര് ചെയ്യട്ടെ, അവരല്ലേ. ഇപ്പൊ നാറിയിട്ടേ ഉള്ളൂ, ചെയ്യുന്നതിന് മുമ്പ് സ്ഥലം കാലിയാക്കാൻ. ചെല്ല്.